അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ത്യ 4-0 ഇംഗ്ലണ്ട് പരമ്പരയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആരും പേടിക്കണ്ട, ആരും പരിഭ്രാന്തരാവണ്ട, എക്സ്പെക്റ്റഡ് ആണ്. അയർലൻഡായിട്ട് 2 മത്സരങ്ങളിലുള്ള T20 പരമ്പര അതും വൈറ്റ് വാഷായി, ഇതും വൈറ്റ് വാഷായി, മൊത്തം വൈറ്റ് വാഷാണ്. 2024 വേൾഡ് കപ്പ് എടുത്ത ടീമാണ്, T20 വേൾഡ് കപ്പ് എടുത്ത ടീമാണ് ഇന്ത്യ. 2026 അത് ആവർത്തിച്ചു, സൂര്യൻ നേതൃത്വത്തിൽ പിന്നെ കപ്പെടുത്തു. കപ്പെടുത്തതിന് ശേഷം IPL കഴിഞ്ഞ് എന്തൊക്കെയോ നടന്നു. സൂര്യനെ പുറത്താക്കുന്നു, ക്യാപ്റ്റൻസിനെ പുറത്താക്കുന്നു, ടീമിൽ നിന്ന് പുറത്താക്കുന്നു, അയ്യരാക്കുന്നു. അയ്യർ ക്യാപ്റ്റൻസി മോശമോ എന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ ബാറ്റിംഗ് നല്ലതാണ്. അങ്ങനെ രണ്ടാമത്തെ കളി തോറ്റു. 4-0 ഇംഗ്ലണ്ട് വൈറ്റ് വാഷ് ചെയ്തു ഒരു കളി. ആദ്യം ബാറ്റിംഗ് നടന്നു, 2ാം ബാറ്റിംഗ് നടന്നിട്ട് ഉപേക്ഷിച്ചിരുന്നു. സഞ്ജുവിനെ ഇറക്കുന്നുണ്ട് കേട്ടോ. വിവാദങ്ങളും എല്ലാത്തിനും വിരാൻ പറ്റുകൊണ്ട് സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. സഞ്ജു സാംസൺ ബ്ലിസ്റ്ററിങ് സ്റ്റാർട്ട്, 17 ബോളിൽ നിന്ന് 14 ബോളിൽ 28 വാട്ട കിഡിലെ സ്റ്റാർട്ട് കൊടുത്തു. അഭിഷേക് ശർമ്മ ആദ്യമേ ഔട്ടായി. പിന്നെ സഞ്ജു ഇഷാൻ തമ്മിലുള്ള കൂട്ടുകെട്ട് ഇങ്ങനെ കയറി. പക്ഷേ 257 എന്നുള്ളൊരു മാമോത്ത് സ്കോറാണ് ഇംഗ്ലണ്ട് ഉയർത്തിയത്. മര്യാദക്ക് റൺസ് അടിക്കാതെ നിൽക്കുകയായിരുന്ന ജോസ് ബട്ട്ലറിനെ കൊണ്ട് റൺസ് അടിപ്പിച്ച് ഇന്ത്യൻ ബോളേഴ്സ് 136 റൺസാണ് ഞങ്ങൾ എടുത്തു. ഹാരി ബ്രൂക്ക് 98 റൺസ് എടുത്തു. അയ്യോ കിടിലൻ പെർഫോമൻസ്. മറുപടി ബാറ്റിംഗ് ഇന്ത്യ 201 ഔട്ടായി. 201 ഇന്ത്യയുടെ കളി കഴിഞ്ഞു. എന്താ ഭാരതത്തിന് നോക്കിയേ, 2-3 മാസം മുമ്പ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ ഇപ്പം അയർലൻഡായിട്ടുള്ള പരമ്പര നോക്കുന്നു, ഇംഗ്ലണ്ടായിട്ടുള്ള പരമ്പര നോക്കുന്നു. പിന്നെ ഇപ്പോഴും ആശ്വാസമുള്ളത് പുതിയ ക്യാപ്റ്റൻ, പുതിയ രീതികൾ, അവർക്കൊരു അഡാപ്റ്റ് ആവുന്നേ ഉള്ളൂ എന്നാണ് കാര്യം പറയാം. പക്ഷേ ഗൗതം ഗംഭീറൊക്കെ കളിക്കാർക്ക് കൊടുക്കുന്നൊരു ഇതുണ്ട്, സൂചനയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്ഥാനം ടീമിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. സഞ്ജു സാംസന്റെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ആദ്യ 2 മത്സരങ്ങളിൽ ആദ്യത്തെ 1-2 മത്സരം ഫ്ലോപ്പായി. പിന്നത്തെ മത്സരങ്ങളിൽ 2 മത്സരം വൈഭവനെ ഇറക്കി, പിന്നെ വൈഭവനെ മാറ്റി, പിന്നെ സഞ്ജു ഇറക്കി. എന്തിനാ കഷ്ടപ്പെടാൻ നിൽക്കണേ? വേറെ എത്ര പേര് മാറ്റാനുണ്ട്, അതൊന്നും മാറ്റില്ല. ഇപ്പോഴും ചെറിയ വർണ്ണനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു, വളരെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ബോളിംഗ് ആണെങ്കിലോ IPL മികവ് കാണിച്ച നമ്മുടെ ബാംഗ്ലൂരിന്റെ ഭുവനേശ്വർ കുമാർ, സലാം, മോഹ്സിൻ ഖാൻ, LSTയുടെ കിഡിലൻ പെർഫോമൻസ്. ലെഫ്റ്റ് ഹാൻഡ് ബോളറാ. അശ്വദീപിനെ മാറ്റി കഴിഞ്ഞാൽ ഏത് നല്ല ബോളറുണ്ട്. ബൊമ്മറയും കൂടി ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചിട്ട് ഷാമി മോശം ഷമിനെ എടുത്തില്ല. തിരുത്താൻ കുറേ ഉണ്ട്, തിരുത്തിയിട്ട് ഭംഗിയായിട്ട് വരാമെന്ന് മാത്രമേ പറയുള്ളൂ. 2022 വേൾഡ് കപ്പ് ഇന്ത്യ എത്തിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ടീമിലുണ്ട്. പക്ഷെ മര്യാദയ്ക്ക് കളിക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, കളിക്കാരനെ പാതി ഉപേക്ഷിക്കാതിരിക്കുക, അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഡീസൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കപ്പും കൂടി പ്രതീക്ഷിക്കുന്നില്ലാത്ത പക്ഷം അത് വേറെ വല്ലവരും കൊണ്ടുപോകും.